എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഫംഗ്ഷന് പോവായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലെത്തിട്ടോ. വല്ലപ്പോഴും എഴുപന്തല പറഞ്ഞ സ്ഥലത്തോട്ട് അവരുടെ വീട്. ഫംഗ്ഷൻ അത്ര ഗ്രാൻഡ് ആയിട്ട് കഴിച്ചിട്ടൊന്നുമില്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ അവർ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ആദ്യം വന്ന് ഗേറ്റ് തുറന്ന ആളായിരുന്നിട്ട് എന്റെ മേമ, അതായത് അമ്മയുടെ അനിയത്തി. മേമയുടെ മോളാട്ടോ ഈ നീല ചുരിദാറിട്ട് വരുന്നത്. ഇതും എന്റെ പെങ്ങളാണ് കേട്ടോ. സച്ചു ആണെങ്കിൽ വണ്ടിയിൽ വന്നു പറഞ്ഞിട്ട് തല കറങ്ങിയിട്ടിരിക്കുകയാണ്. അമ്മമ്മേനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരുത്തിട്ടാ. പണ്ടൊക്കെ ഓടിച്ചാടിയിട്ട് ഞങ്ങളെക്കാളും മുന്നേ ഒരു സ്ഥലത്ത് എത്ര ആളായിരുന്നിട്ട് അമ്മമ്മയ്ക്ക് ഇങ്ങനെയും വരാൻ പറ്റുള്ളൂ. അതിന് ദൈവത്തിനോട് നന്ദി പറയാം. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉള്ളിലിരുന്ന് ഓരോ കഥകൾ പറയണേ. കുറച്ചായിട്ടും അങ്ങോട്ട് വന്നിട്ട് ആ കാണുന്ന ഓറഞ്ച് കളർ ഡ്രസ് ഇട്ട് അനുമുള്ള പരിപാടിക്കായിട്ടൊന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഫുഡും സാധനങ്ങളൊക്കെ കൊണ്ട് വിഷ്ണു വന്നിട്ടോ. അതായത് മേമയുടെ മോനാണ്. വിഷ്ണുവിനെ നിങ്ങളെല്ലാവരും TNT ഫുഡ് കഴിക്കാൻ പോകുമ്പോ കണ്ടിട്ടുണ്ടാവേ. സച്ചുവിന്റെ തലകറക്കം മാറി കാർത്തിയുടെ കുട്ടിയും സച്ചുട്ടനും പാടെ അവിടെ ഫുട്ബോൾ കളി തുടങ്ങിയിട്ടാ. അവിടെ ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത് അച്ഛനാണ്. ഈ കാണുന്നതായിട്ട് മെയിൻ താരം, അതായത് എന്റെ ചെറുച്ചനാണ്. ചെറുച്ചനും കുറച്ചു പേർക്കൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് പരിചയം ഉണ്ടാവും കേട്ടോ. പണ്ടത്തെ മൾട്ടി ആയിരുന്നു ആള്. പിള്ളേർ സെറ്റൊക്കെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ആളെ പരിചയപ്പെടുത്താൻ മറന്നിട്ടോ. ഹരീഷേട്ടൻ കാർത്തികയുടെ ഹസ്ബൻഡാണ്. ആള് എല്ലാവർക്കും ചിക്കൻ ചില്ലി വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഹരീഷേട്ടന്റെ കലാവിരുദ്ധങ്ങളാണ്. കാരണം ആള് ചുറ്റോറും ഇങ്ങനെ മുളക് തൈ വെച്ച് പിടിപ്പിച്ചിട്ടാ. എരുണ്ടാവില്ല വെച്ചിട്ട് ഞാൻ അതിന് ഒരു മുളകെടുത്ത് കടിച്ചേ. എന്റെ കിളികളൊക്കെ പാടത്തേക്ക് പറന്നു പോയിട്ടാ. പിന്നെ സൂര്യയും ശ്രുതിയൊക്കെ അവിടെ ഫുഡ് അടിക്കായിരുന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചിട്ടല്ലാട്ടായിരുന്നു. ആദ്യം പിള്ളേർ സെറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ ടേബിളിൽ ഇരുന്നു. പിന്നെ അവസാനമായിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നത്. ഞാനും ഹരീഷേട്ടനും വിഷ്ണും പാടെ അവസാനമായിട്ട് ഫുഡ് കഴിക്കായിരുന്നത്. വേറെ ഒന്നല്ലേ, ബാക്കിയുള്ള ഫുഡെല്ലാം ഞങ്ങൾക്ക് കഴിക്കാലോ. ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ സച്ചു കുപ്പിയായിട്ട് വന്നിട്ടോ. പിന്നെ അവിടെ കളിയായി എല്ലാരും പാടെ. എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുമ്പോ കുറച്ചു നേരം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അവസാനം ഞങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടിയത് അച്ഛന്റെ പിറന്നാളിനായിരുന്നേ. പിന്നെ അതിനുശേഷം ഇപ്പോഴായിട്ട് എല്ലാരും പാടെ കൂടുന്നത്. പണ്ടത്തെ പോലെ കേട്ടോ. അപ്പൊ പിള്ളേരുടെ മുന്നിൽ നമുക്ക് ജയിക്കാൻ പറ്റണില്ലേ. പിന്നെ അവരുടെ മുന്നിൽ കച്ചറ കളിക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. കളിയുടെ ഇടയിൽ എന്തെങ്കിലും കച്ചറ കളിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സിന് സുഖം ഉണ്ടാവില്ല കേട്ടോ. കളിയും കാര്യങ്ങളും ചൂട് പിടിക്കുന്നതിന്റെ ഇടയിൽ അളിയൻ വന്നോട്ടോ. രാഹുല് ശ്രുതിയുടെ ഹസ്ബൻഡാണ്. പിന്നെ രാഹുലിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടനും ഏടത്തമ്മയും പിള്ളേരൊക്കെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരും ഫുഡ് കഴിക്കായിരുന്നേ. അവസാനം ഞങ്ങളൊക്കെ ഇറങ്ങാൻ നിൽക്കാണ് എല്ലാവരും. ആദ്യം ഞങ്ങളാണ് പോണത് കേട്ടോ. വേറെ ഒന്നല്ല, വീട്ടിലെ അച്ഛനും അമ്മയും ആര്യാദർശൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് പോവാറായിണ്ടേ. ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് വേണം കേട്ടോ അവർക്ക് തൃശ്ശൂർക്ക് പോവാൻ. അവിടെ പിന്നെ ഹരീഷേട്ടന്റെ അമ്മയും ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ വിട്ടതാണ് കേട്ടോ. പറയേ ടോട്ടോ എന്ന് പറയാൻ പാടില്ലേ? എല്ലാവരും കംപ്ലൈന്റ് അവരെല്ലാരും പിന്നെ എനിക്ക് ഉപദേശം തന്നേ, ടോ ഒഴിവാക്കണം, അതുപോലെ തന്നെ പിന്നെ ഒഴിവാക്കണം. ഇതൊക്കെ തന്നെ ഒപ്പിക്കണമെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. അവസാനം അമ്മേനെ അടുത്തോടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.